എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 21-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിവിധ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ റിസൾട്ട് അറിയാൻ സാധിക്കുന്ന ഒന്നാമത്തെ വെബ്സൈറ്റാണ് kerala-results.nic.in എന്നുള്ള വെബ്സൈറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്, അതുപോലെ തന്നെ results.kite.kerala.gov.in, അതുപോലെ സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ, അതുപോലെ iExam മൊബൈൽ ആപ്ലിക്കേഷൻ, PRD ലൈവ് വെബ്സൈറ്റ്, അതുപോലെ PRD ലൈവ് ആപ്ലിക്കേഷൻ എന്നിവ വഴിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു +2ൻ്റെ പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു kerala-results.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് DHSC റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലായിട്ട് തന്നെ ലിങ്ക് കാണാൻ പറ്റും. ഇത് 2024 ആ ഒരു റിസൾട്ടിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റോൾ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാൻ പറ്റും. അതുപോലെ സൈഡിലായിട്ട് 3 ആ ഒരു മാൻ്റെ അതായത് ഒരു സിമ്പിൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്കൂൾ കോഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട് ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആ ഒരു സുഹൃത്ത്, അതായത് സാധാരണത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ റിസൾട്ട് കൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ വൈസ് റിസൾട്ട് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ മനസ്സിലാക്കാം സിമ്പിളായിട്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ടിൻ്റെ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടാകും. അതായത് NHS, EHS, ഇതുപോലെ NHS, EHS എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ ഒരു EHS എന്നാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ളതാണ് EHSൻ്റെ പൂർണ്ണരൂപം. അതുപോലെ NHS എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് തോറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. NHS എന്ന് പറഞ്ഞാൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ളതാണ്. അപ്പോൾ EHS ആണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥിയുടെ ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഓവറോളായിട്ട് CE, അതായത് 2 വർഷത്തെ മാർക്കായിട്ടുള്ള ഈ ഒരു TE മാർക്ക്, അതുപോലെ തന്നെ CE മാർക്ക്, PE മാർക്ക്, ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു മാർക്ക് എല്ലാം കൂടി ടോട്ടലായിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് വഴി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് പറ്റുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് എത്ര മാർക്ക് പരീക്ഷയിൽ കിട്ടി എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം എന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഏതെങ്കിലും സബ്ജക്റ്റിന് നിങ്ങൾക്ക് ഈ ഒരു TE മാർക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള കിട്ടിയിട്ടില്ലേ എന്ന് നോക്കുക. അതായത് ചില വിദ്യാർത്ഥികൾക്ക് TE മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. TE മാർക്ക് 2 വർഷത്തെ മാർക്കാണ്. അപ്പോൾ ഈ ഒരു TE മാർക്ക് ഈ 2 വർഷത്തെ ഗ്രാൻഡ് ടോട്ടലാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, അതുപോലെ ഗ്രാൻഡ് ടോട്ടൽ, ഈ ഒരു രീതിയിൽ 3 ഈ ഒരു ടൈപ്പായിട്ടാണ് മാർക്ക് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ ഗ്രാൻഡ് ടോട്ടലിൽ TE മാർക്ക് നോക്കുക. ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥി ഈ ഒരു TE മാർക്കും അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് എന്ന് പറയുമ്പോൾ GM എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു മാർക്കും കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റിലെ ഗ്രാൻഡ് ടോട്ടൽ നിങ്ങൾക്ക് 36 ഉണ്ടോ, അതുപോലെ 80 മാർക്ക് സബ്ജക്റ്റിലെ ഗ്രാൻഡ് ടോട്ടൽ നിങ്ങൾക്ക് 48 മാർക്ക് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പരിശോധിച്ച ശേഷം ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ടിൽ തന്നെ നിങ്ങൾക്ക് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ തോറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഏത് സബ്ജക്റ്റിനാണ് തോറ്റത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു TE മാർക്ക് മാത്രം ഉള്ള വിദ്യാർത്ഥികൾ ഗ്രാൻഡ് ടോട്ടലിൽ നോക്കുക. അതുപോലെ TE മാർക്കും ഈ ഒരു ഗ്രേസ് മാർക്കും ഉള്ള വിദ്യാർത്ഥികൾ ഈ ഒരു TE മാർക്കിനോടൊപ്പം ഈ ഒരു GM എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തുള്ള ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ നോക്കുന്ന സമയത്ത് ഈ ഒരു 40 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 2 വർഷം കൂടി 36 മാർക്ക്. ഈ ഒരു TE മാർക്ക് മാത്രമുള്ളവർ TE മാർക്ക് മാത്രം നോക്കുക. TEയും ഗ്രേസ് മാർക്കുമുള്ളവർ ഈ ഒരു TEയും അതുപോലെ GM മാർക്കും ഗ്രാൻഡ് ടോട്ടലിൽ നോക്കുക. ഇങ്ങനെ നോക്കിയിട്ട് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 36, 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഒരു സബ്ജക്റ്റുകളാണ് നിങ്ങൾ ഈ ഒരു +2ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ ഈ ഒരു എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നിങ്ങൾ റെഗുലർ വിഭാഗം സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ പറ്റും. ഒരു വിഷയമാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അതായത് സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം ഈ ഒരു +2 ജയിച്ചിട്ടുള്ള റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് അവസരം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. എന്തെങ്കിലും DHSCയുടെ സ്പെഷ്യൽ ഓർഡേഴ്സോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒന്നിലധികം സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ റെഗുലർ വിഭാഗം സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൻ്റെ മാർക്ക് ഈ ഒരു കൂട്ടുന്നതിനായിട്ട് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു
അപേക്ഷകൾ നിങ്ങളുടെ +2 റിസൾട്ട് വന്ന് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സ്കൂളിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ് +2ൻ്റെ സേ പരീക്ഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾ എല്ലാ സബ്ജക്റ്റും ജയിച്ചിട്ടുള്ള ഒരു റെഗുലർ വിഭാഗം വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക്, അതായത് ഈ ഒരു റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾ തന്നെ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റിലോ മറ്റു വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സേ പരീക്ഷയാണ് എഴുതേണ്ടത്. തോറ്റൊരു വിദ്യാർത്ഥിക്ക് ഈ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെട്ടുള്ള വിദ്യാർത്ഥി സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. സേ പരീക്ഷയുടെ ഫീസ് ഒരു സബ്ജക്റ്റിന് 150 രൂപയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ എഴുതാതെ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ 175 രൂപ നിങ്ങൾ അടക്കേണ്ടി വരും. ഇതിനോടൊപ്പം 40 രൂപ എക്സ്ട്രാ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഫീസും കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് 500 രൂപയാണ് ഒരു സബ്ജക്റ്റിന് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ 40 രൂപ എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി നിങ്ങൾ നൽകേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്നതാണ്, ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത്. പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ചാൻസ് 1 എന്നാണ് ഉണ്ടാവുക. എന്നാൽ നിങ്ങൾ സേ പരീക്ഷ എഴുതിയാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സേ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഓഫ് ചാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ജയിക്കാനായിട്ട് ഉപയോഗിച്ചുള്ള അവസരം എന്നുള്ളത് 2 എന്നായിട്ട് മാറും. അതായത് നമ്പർ ഓഫ് ചാൻസ് എന്നുള്ളത് 2 എന്നായിട്ട് മാറും. സാധാരണ ആദ്യം പരീക്ഷ എഴുതിയിട്ട് ഫസ്റ്റ് ടൈമിൽ തന്നെ ജയിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 1 എന്നുണ്ടാവും. അതുപോലെ നിങ്ങൾ ഈ ഒരു സേ പരീക്ഷ എഴുതിയിട്ടുള്ള സേ പരീക്ഷ എഴുതി ജയിക്കുന്ന വിദ്യാർത്ഥികളുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് നമ്പർ ഓഫ് ചാൻസ് 2 എന്നുണ്ടാവും. നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് സേ പരീക്ഷ എഴുതുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മുമ്പ് എഴുതിയിട്ടുള്ള ആ ഒരു സേയുടെയും ആ ഒരു എണ്ണവും കൂട്ടിയിട്ട് ആണ്, അതായത് ഒരു നമ്പർ കൂടിയിട്ട് അടുത്ത ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് അതിൽ നമ്പർ ഓഫ് ചാൻസ് എന്നുള്ളത് കൂടിയിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ആണ് എഴുതുന്നതെങ്കിൽ അതിൽ നമ്പർ ഓഫ് ചാൻസ് 1 എന്നാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, +2ൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഏതെങ്കിലും സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ തോറ്റിട്ടുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റാണോ അതിൻ്റെ +2 സബ്ജക്റ്റാണ് നിങ്ങൾക്ക് +2 സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ എഴുതാൻ പറ്റുക. നിങ്ങളിപ്പോൾ +1-നാണ് തോറ്റതെങ്കിൽ കൂടി നിങ്ങൾ എഴുതേണ്ട പരീക്ഷ +2 സേ പരീക്ഷയാണ് ഇപ്പോൾ എഴുതേണ്ടി വരിക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2026 നടക്കുന്ന +1 സബ്ജക്റ്റിൻ്റെ ഈ ഒരു പബ്ലിക് എക്സാമിനേഷനിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് നിങ്ങൾ ആ ഒരു ടൈമിൽ +1 പരീക്ഷയുടെ സബ്ജക്റ്റ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. അതായത് ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ +1 ഫെയിൽഡ് ആവും, എന്നാൽ +2 നല്ല ആ ഒരു ജയിക്കാൻ വേണ്ട മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ ഇപ്പോൾ +2ൻ്റെ സേ പരീക്ഷ എഴുതി നിങ്ങൾ ഡബിൾ പാസ് മാർക്ക് വാങ്ങി ജയിക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾ +1 മാത്രമേ എഴുതുന്നുള്ളൂ എങ്കിൽ 2026 നടക്കുന്ന +1 പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ഈ വർഷം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് 2026 +1ൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് പരീക്ഷ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ ടൈമിൽ എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കമ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വിദ്യാർത്ഥി +2 പരീക്ഷ എഴുതി, അത് സാധാരണ എഴുതുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കുകയും എന്നാൽ +2ൻ്റെ സേ പരീക്ഷയിൽ നിങ്ങൾ അവസരം ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ തോൽക്കുകയാണ്, അത് നിങ്ങൾ തോറ്റതായിട്ടാണ് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കമ്പാർട്ട്മെൻറ്റിൽ എന്ന് പറയുന്നത്. ആ ജസ്റ്റ് പേരിൽ മാത്രമേ മാറ്റമുള്ളൂ, അല്ലാതെ പരീക്ഷയൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് +1ൻ്റെ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആണെങ്കിൽ സെപ്റ്റംബറിലാണ് വരിക. നിങ്ങളിപ്പോൾ +2ൻ്റെ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പരീക്ഷാ രജിസ്ട്രേഷൻ +2 റിസൾട്ട് എപ്പോഴാണ് വരുന്നത്, അതായത് മെയ് 21-നാണ് വരിക. അപ്പോൾ ഏകദേശം ഒരു മെയ് 22, 23 ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് സേ പരീക്ഷയുടെ അപേക്ഷ ആരംഭിക്കും. 7 ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികളുടെ അപേക്ഷകളൊക്കെ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. +2ൻ്റെ സബ്ജക്റ്റിൻ്റെ പരീക്ഷയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ +2ൻ്റെ സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ച് ഡബിൾ പാസ് മാർക്ക് വാങ്ങിക്കാനും നിങ്ങൾ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും മികച്ച മാർക്ക് ലഭിക്കട്ടെ, ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി +2ൻ്റെ സബ്ജക്റ്റ് തോൽക്കുകയാണ്, അല്ലെങ്കിൽ +1 ഓവറോളായിട്ട് നോക്കുന്ന സമയത്ത് +1 +2 ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ള രീതിയിൽ ഫെയിൽഡ് ആവുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥികൾ ഏകദേശം ഒരു 4 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ +2 പരീക്ഷ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു +2 തോൽക്കുകയാണ്, അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ പരീക്ഷ എഴുതി ജയിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. എന്നാൽ കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ജയിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ ഈ ഒരു ഇപ്പോൾ പഠിച്ചിട്ടുള്ള ആ ഒരു ടോപ്പിക്കും കാര്യങ്ങളൊക്കെയുമായിട്ടുള്ള ആ ഒരു ടച്ച് നിങ്ങൾക്ക് വിട്ടുപോകും. ആ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പരീക്ഷ എഴുതി ജയിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരീക്ഷ എഴുതി പെട്ടെന്ന് തന്നെ ആ ഒരു തോൽക്കുന്ന ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കുകയാണെങ്കിൽ ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.